ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഉണക്കക്കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കും കൂടിയിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ അപ്പച്ചിയുടെ റെസിപ്പിയാണ്. കുറച്ച് ഏറെ ഉണക്കക്കൊഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉണക്കക്കൊഞ്ച് എടുത്തത് ഇതേപോലെ ചട്ടിക്കകത്തിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇതേപോലെ അപ്പോൾ അതിനകത്ത് മണ്ണോ പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതേപോലെ കഴുകി പിഴിഞ്ഞൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു മൺചട്ടിയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇതേപോലെ ചക്കക്കുരു നീളത്തിലരിഞ്ഞതും മുരിങ്ങയ്ക്ക നീളത്തിലരിഞ്ഞതും കുറച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അതേപോലെ മാങ്ങയും കൂടെ നീളത്തിലരിഞ്ഞത് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടപ്പി വെച്ച് നമുക്ക് അടച്ച് വെച്ച് അങ്ങ് വേവിക്കാവേ. അപ്പോൾ അതവിടെ നിന്ന് വെന്തോട്ട് ആ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടി അരപ്പ് റെഡിയാക്കാം. കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, തേങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്തുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കണം കേട്ടോ. ഉലുവാപ്പൊടി ചേർക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. നല്ല പേസ്റ്റാക്കി അരച്ച് ആ സമയത്തേക്ക് നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒട്ടും താമസമില്ലാതെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് ബാക്കി പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യണ്ട. അതെ, ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി പരട്ടി ഒന്ന് അടപ്പും കൊണ്ടങ്ങ് അടച്ചു വെച്ച് ഒന്ന് തിളയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അല്ലേ നല്ല ഗുളുഗുളുകളാന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടപ്പം കൊണ്ട് തുറക്കുന്ന സമയത്ത് ആ മാങ്ങയുടെയും മുരിങ്ങയ്ക്കയുടെയും കൊഞ്ചിൻ്റെയൊക്കെ ഒരു മണം നല്ല അടിപൊളിയാണ്. അതും കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണയിൽ നമുക്ക് കടുവും കൂടെ ഒന്ന് വറുത്തൊഴിക്കാം കേട്ടോ. കടുവ് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് കടുവിൻ്റെ കൂടെ കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതേപോലെ അങ്ങോട്ട് വറുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് താഴ്ച. ഇതാണ് നമ്മുടെ ഓണാട്ടുകരക്കാരുടെ കൊഞ്ച് മാങ്ങക്കറി.